ഒരു മനുഷ്യൻ ഫ്രാൻസിലെ ഗ്രാമങ്ങളിലൂടെ ഒരു ഭിക്ഷക്കാരനെ പോലെ നടന്നു. നീണ്ട 3 വർഷത്തിനിടയിൽ 11-ലധികം ആളുകളെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. തന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ദൈവമാണ് എന്നായിരുന്നു അയാളുടെ വാദം. ഫോറൻസിക് സയൻസ് ഇല്ലാതിരുന്ന കാലത്ത് പോലീസിനെ വെട്ടിച്ച ഈ കൊലയാളി ആരാണ്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. 1869 ഫ്രാൻസിലാണ് ജോസഫ് വാച്ചർ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ ഫ്രഞ്ച് മിലിറ്ററിയിൽ ചേർന്ന അയാൾക്ക് കടുത്ത ദേഷ്യവും മാനസിക വൈകല്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയോട് തോന്നിയ പ്രണയം നിരസിക്കപ്പെട്ടതോടെ അയാൾ ആ സ്ത്രീയെ വെടിവെക്കുകയും പിന്നീട് സ്വയം തലയ്ക്ക് വെടിയുതിർക്കുകയും ചെയ്തു. രണ്ടുപേരും മരിച്ചില്ലെങ്കിലും ആ വെടിയുണ്ട വാച്ചറിന്റെ മുഖത്തിന്റെ ഒരു വശം തളർത്തി. അയാളുടെ കണ്ണിന്റെ കാഴ്ചയെയും തലച്ചോറിനെയും ബാധിച്ചു. മാനസിക ആശുപത്രിയിൽ അടയ്ക്കപ്പെട്ട അയാളെ ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പിന്നീട് വെറുതെ വിട്ടു. അതായിരുന്നു ഫ്രാൻസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. 1894 മുതൽ 1897 വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രാൻസിലെ ഗ്രാമങ്ങളിൽ അതിഭീകരമായ കൊലപാതകങ്ങൾ നടക്കാൻ തുടങ്ങി. ഭിക്ഷക്കാരന്റെ വേഷം. ആശുപത്രിയിൽ നിന്നിറങ്ങിയ വാച്ചർ ഗ്രാമങ്ങളിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരു ഭിക്ഷക്കാരനായി മാറി. കയ്യിൽ ഒരു വടിയും തലയിൽ വിചിത്രമായ ഒരു തൊപ്പിയുമായി അയാൾ നടന്നു. ഇരകളെ വേട്ടയാടൽ. വിജനമായ പാടങ്ങളിലും പറമ്പുകളിലും ഒറ്റയ്ക്ക് ആടുകളെ മേയ്ക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമായിരുന്നു അയാൾ ലക്ഷ്യമിട്ടിരുന്നത്. അവരുടെ കഴുത്ത് ഞെരിച്ചോ കത്തി കൊണ്ട് കുത്തിയോ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങളെ അതിക്രൂരമായി വികൃതമാക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് ഉൾഗ്രാമങ്ങളിലൂടെ അലഞ്ഞു തിരിയുന്ന ആൾമാറാട്ടക്കാരെ പോലെ ഫ്രാൻസിലെ ഗ്രാമീണർക്ക് വാച്ചർ ഒരു പേടി സ്വപ്നമായി മാറി. ഇന്നത്തെ പോലെ വിരലടയാളം നോക്കാനോ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കാനോ ഉള്ള സാങ്കേതിക വിദ്യ അന്നുണ്ടായിരുന്നില്ല. വാച്ചർ ഒരൊറ്റ സ്ഥലത്ത് നിൽക്കാതെ ഓരോ കൊലപാതകത്തിന് ശേഷം മൈലുകളോളം നടന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ പോലീസുകാർക്ക് ഇതൊരൊറ്റ സീരിയൽ കില്ലർ ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ പോലും വർഷങ്ങളെടുത്തു. ഒടുവിൽ 1897 ഒരു കാട്ടിൽ വെച്ച് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വാച്ചറെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത്. വെറും ഒരു സാധാരണ അക്രമിയായിട്ടാണ് പോലീസ് അയാളെ ആദ്യം ജയിലിൽ ഇട്ടത്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ വാച്ചർ ഒന്നിനു പുറകെ ഒന്നായി താൻ ചെയ്ത 11 കൊലപാതകങ്ങളും തുറന്ന് സമ്മതിച്ചു. തനിക്ക് ചെറുപ്പത്തിൽ പേപ്പട്ടിയിൽ നിന്ന് കിട്ടിയ രോഗബാധയും തലയിലേറ്റ വെടിയുണ്ടയും കാരണം ഭ്രാന്ത് വന്നതാണെന്നും താൻ ദൈവത്തിന്റെ കോപത്തിന്റെ പ്രതീകമാണെന്നും അയാൾ അവകാശപ്പെട്ടു. തനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർത്ത് ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു അയാളുടെ ശ്രമം. എന്നാൽ ഫ്രാൻസിലെ പ്രശസ്തനായ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ അലക്സാൻഡ്രെ ലെക്കസാഗ്നെ മാസങ്ങളോളം വാച്ചറെ നിരീക്ഷിച്ച ശേഷം പ്രഖ്യാപിച്ചു, ഇയാൾക്ക് ഭ്രാന്തൊന്നുമില്ല, കൃത്യമായ പ്ലാനിങ്ങോടെ കൊലപാതകം നടത്തുന്ന ഒരു കൊടും കുറ്റവാളിയാണ് എന്ന്. ഒടുവിൽ 1898 ഒക്ടോബറിൽ കോടതി വാച്ചറെ ഗില്ലറ്റിനിൽ തല വെട്ടി വധിക്കാൻ ഉത്തരവിട്ടു. ചുരുക്കത്തിൽ ലണ്ടനെ വിറപ്പിച്ച ജാക്ക് ദ റിപ്പർ പോലെ ഫ്രാൻസിന്റെ ഗ്രാമങ്ങളെ ചോരക്കളമാക്കിയ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ കൊലപാതകയായിരുന്നു ജോസഫ് വാച്ചർ. കൃത്യമായ നിയമ സംവിധാനങ്ങളോ ശാസ്ത്രീയ തെളിവുകളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു നാട് മുഴുവൻ അനുഭവിച്ച ഭീതിയുടെ നേർക്കാഴ്ചയാണിത്. മാനസിക രോഗം അഭിനയിച്ച് നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന ഇത്തരം കുറ്റവാളികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.